അവിടെയാണ് NSSന് ഏറ്റവും സുന്ദരമായി പ്രവർത്തിച്ചുകൊണ്ട് വിദ്യാലയത്തിലെ മറ്റു കുട്ടികൾക്ക് മാതൃകയാവാൻ സാധിക്കേണ്ടത്. അവിടെയാണ് SPC ചാലക ശക്തി പോലെ തീപ്പന്തമായി സ്കൂളുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഏറ്റവും സുന്ദരമായ വഴി കാണിച്ചു കൊടുക്കേണ്ടത്. അതിന് ഏറ്റവും നല്ല പോസിറ്റീവ് മൈൻഡുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുള്. സാറ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാവും, മയക്കുന്ന മരുന്നുകൾ, മയക്കുമരുന്നുകൾ. പനി വന്നാൽ ഗുളിക കുടിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട് പനി മാറാൻ. തലവേദന വന്നാൽ ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട് തലവേദന മാറാൻ. മയക്കുമരുന്നുകൾ എന്താ ഉണ്ടാക്കുന്നത്? രോഗം ഉണ്ടാക്കാൻ. അതായത് രണ്ടും രോഗം മാറാൻ, മൂന്നാമത്തത് രോഗം ഉണ്ടാക്കാൻ. 1950 ജനുവരി 26 ലോകത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കായ ദിവസത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ ശരാശരി ലഹരി വസ്തു ഉപയോഗിക്കുന്ന പ്രായം 28 വയസ്സാണെങ്കിൽ കവിളിയൊട്ടിച്ചാല് ഇപ്പൊ നെറ്റ് സെർച്ച് ചെയ്താൽ പ്രായം 12-11 വയസ്സിന്റെ ഇടയിലായിട്ടുണ്ട്. 12-11 വയസ്സിന്റെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇന്ന് ലഹരി വിരുദ്ധ സംവാദ സദസ്സ് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും റെസിഡൻസ് അസോസിയേഷനിലും സംയുക്തമായി നടപ്പിലാക്കി വരികയാണ്. വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് പറയൂ, നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം. നിങ്ങളാണ് ഈ ഇന്ത്യയുടെ നാളത്തെ ചാലക ശക്തി, നിങ്ങളാണ് ഈ നാടിന്റെ നാളത്തെ അഭിമാനങ്ങൾ. ഇന്നിന്റെ സാഹചര്യങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ, അപകടങ്ങളിൽ പെട്ടുപോവാതിരിക്കാൻ, ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം. സർക്കാരിന്റെ 4ാം ഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് സംവാദത്തിലൂടെ കേരളത്തിലെ ക്യാമ്പസുകൾ വിദ്യാർത്ഥികൾ സംവദിക്കുകയാണ്. അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാമ്പസിൽ പൊതുസമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സുന്ദരമായ സംവാദ സദസ്സ് ഇന്ന് രാവിലെ നടന്നു കഴിഞ്ഞു. നമ്മൾ ഇതാ സംവദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ലഹരിക്കെതിരെയുള്ള സുന്ദരമായ മതിൽ കെട്ടുമ്പോ ആ ഉറച്ച മതിലിന്റെ കല്ലുകളായിട്ട് മാറേണ്ടവരാണ് നിങ്ങൾ. ചോർച്ച കൂടാതെ ഉറച്ച കല്ലുകളായിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഇന്നിന്റെ സാഹചര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പുതിയ തലമുറ ഞാൻ എല്ലാവരും ഒന്നും കുറ്റപ്പെടുത്തില്ല. കാലഘട്ടം മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്, സൊസൈറ്റി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നിങ്ങളാണ് കുറ്റക്കാരെന്നല്ല പറഞ്ഞത്. സാഹചര്യങ്ങൾ പലപ്പോഴും മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്നിന്റെ അപകടങ്ങളിലേക്ക് പെട്ടുപോവാതിരിക്കാൻ വേണ്ടി എല്ലാ നല്ല മാർഗങ്ങളും വിമുക്തിയിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. എങ്കിൽ പുതിയ തലമുറ ഞാൻ കുറ്റം പറയുന്നല്ല, ഒരു വിഭാഗം കേട്ടോ, എല്ലാവരും ഒന്നല്ല. ചിരി കുറവാണ് ഇപ്പൊ, അധികാരം ചിരിക്കുന്നത് ഞാൻ കാണാറില്ല. ചിരി കരച്ചിൽ വരുമ്പോ അങ്ങനെ കരയുന്നവരും കാണുന്നില്ല. എന്താ കാരണം? പണ്ട് ചിരി വന്ന് നമ്മൾ പൊട്ടിച്ചിരിക്കും, കരച്ചിൽ വന്നാൽ നന്നായിട്ട് വികാരം പ്രകടിപ്പിക്കും. പുതിയ തലമുറയിലെ കുട്ടികളെ എല്ലാവരും പറഞ്ഞു, ഒരു വിഭാഗം ചിരി വന്നു കഴിഞ്ഞാൽ ചിരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിണ്ട. അവർക്ക് നാച്ചുറൽ ആയിട്ട് വികാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ചിരി വരുമ്പോ എന്താ ചെയ്യുക? ഈ സാധനം എടുത്ത് അതിന്റെ ഇമോജി അയക്കും, കഴിഞ്ഞു. കരച്ചിൽ വരുമ്പോ കരയാൻ അറിയില്ല, ഈ നമ്മ ഇമോജി അങ്ങോട്ട് വെച്ചു. ഇനി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, പഴയ കാലത്ത് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ഒന്നിച്ചു വിളിച്ച പ്രദീപിനെയൊക്കെ കാണുമ്പോൾ വിളിക്കും, പ്രദീപ എവിടെയാ പോകുന്നു വിളിച്ചു പോകും. പുതിയ തലമുറയോ ആംഗ്യഭാഷയിൽ ദൈവം അനുഗ്രഹിച്ചു നൽകിയ നാവ് കൊണ്ട് സംസാരിക്കാത്ത ഒരു ആംഗ്യഭാഷയിലേക്ക് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ ചുരുങ്ങി അവസ്ഥ സിമ്പിളായി സംവദിക്കുന്നത്. സംസാരശേഷിയുള്ള, പ്രതികരണശേഷിയുള്ള, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരണശേഷിയുള്ള ഒരു യുവത്വതയാണ് നമുക്ക് ആവശ്യം. സിമ്പിളിലേക്ക് ചുരുങ്ങി പോവാതെ ആശയവിനിമയം നടത്തണം. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. ഈ നാടിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയണം, ചുറ്റുപാടുകളെ അറിയണം, സമൂഹത്തെ അറിയണം. തിരിച്ചറിവുള്ള ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കണം. ലഹരിമുക്ത നവകേരളം സ്വപ്നം കാണുന്നു. ആ നവകേരള സൃഷ്ടിക്ക് വിഘാത സൃഷ്ടിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഐതിഹാസികമായ പോരാട്ടത്തിന്റെ 4ാം ഘട്ട പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംവാദ സദസ്സ് നടക്കുന്നത്. പ്രതികരണ ശേഷി നന്നായിട്ട് വേണം. ഞാൻ ഇത് പറയാൻ കാരണം, ഈ അടുത്ത കാലത്ത് തലശ്ശേരി ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോയി. മാർച്ച് 8 വനിതാ ദിനവുമായി ബന്ധപ്പെട്ടാണ് പോയത്. മാർച്ച് 8 പ്രത്യേകത നിങ്ങൾക്കറിയാം. അന്താരാഷ്ട്ര വനിതാ ദിനാചരണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ക്ഷണിച്ചു. എനിക്ക് തോന്നുന്നു ബ്യൂട്ടി പാർലർ അസോസിയേഷൻ ആ പരിപാടി സംഘടിപ്പിച്ചെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ക്ഷണിച്ചപ്പോ ഒരു പുതുമ, ബ്യൂട്ടി പാർലറിൽ ഒരു പുതുമ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാണ് പോയത്. തലശ്ശേരിയിൽ ഒരു പരിപാടി ജെൻഡർ ഈക്വാലിറ്റി എന്ന ഒരു വിഷയം, ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടത്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറുള്ള പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ പ്രഭാഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും നോക്കുന്നു. ഞാൻ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ വെളിച്ചമുണ്ട്.
നിങ്ങളുടെ ചുണ്ടുകളിൽ ചിരിയുണ്ട്, ചലനമുണ്ട്, നിങ്ങളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട്, നിങ്ങളുടെ ബോഡികൾ ചലിക്കുന്നുണ്ട് സുന്ദരമായി. ഞാൻ നിങ്ങൾ നോക്കുന്നുണ്ട് സസൂക്ഷ്മം. ഏറ്റവും പിന്നിൽ ഇരിക്കുന്ന ആളെ പോലും ഞാൻ അന്ന് കവടിയൊട്ടിന്റെ അല്ലെങ്കിൽ 2 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടും എല്ലാവരും സ്റ്റാച്ചു പോലെ മസിൽ പിടിച്ചിങ്ങനെയൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതൊന്ന് വീട്ടിൽ വന്ന് ചായ കുടിച്ച് കുറേ സമയം ആലോചിച്ചപ്പോഴാണ് പിന്നെ മനസ്സിലായത് ബ്യൂട്ടി പാർലർ അസോസിയേഷൻ പരിപാടി എന്താ ചിരിക്കുക. എല്ലാ ലിഫ്റ്റിക്കുമായതുകൊണ്ട് ആരും അനങ്ങുന്നത് ഇങ്ങനെ ഒരു പിടുത്താണ് മസിൽ പിടിച്ചിട്ട്. ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം, കരയേണ്ട സമയത്ത് കരയണം. നാച്ചുറലായിട്ട് വികാരങ്ങൾ വിട്ടുകൊടുക്കരുത് യന്ത്രത്തിന്. നല്ല പ്രതികരണ ശേഷിയുള്ള യുവത്വമാണ് നമുക്ക് ആവശ്യം. അതാണ് വിമുക്തി മിഷൻ വിദ്യാലയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സായാഹ്ന സദസ്സിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. എന്റെ മോള് SSLC പാസ്സായത് 2020 മാർച്ചിലാണ്. 2020 മാർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കോവിഡ് കാലഘട്ടം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു 5 കൊല്ലം താഴോട്ട് ചിന്തിച്ചു നോക്കിയിട്ട് അല്പം ചെറുതായിരിക്കും നിങ്ങൾ. എനിക്ക് ഓർമ്മയുണ്ട് കോവിഡ് വന്നത് എവിടെയാണെന്നറിയോ? റീസെന്റ് 2019 ഡിസംബർ മാസം 31-ാം തീയതി ചൈനയിലെ വുഹാൻ പട്ടണത്തിലെ ഹാൻ മാംസ മാർക്കറ്റിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റ ചെറു വൈറസ് മനുഷ്യ ജീവന് ഭീഷണിയാവുമെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി വിധി എഴുതി. 19 ഡിസംബർ 31 ചൈനയിലെ വുഹാൻ പട്ടണത്തിലെ ഹാൻ മാംസ മാർക്കറ്റിൽ ലോകത്തിൽ ആദ്യമായി നഗ്ന നേത്രങ്ങൾ കാണാൻ പറ്റാത്ത ചെറു വൈറസ് മനുഷ്യ ജീവന് ഭീഷണി. 2020 ജനുവരി മാസം 1-ാം തീയതി ധർമ്മട ബണ്ണംകോളിലെ തൊട്ട് താഴെ എന്റെ വീട്. രാവിലെ പത്രം എടുത്ത് വായിക്കുമ്പോൾ കാണുന്നു ചൈനയിൽ 5000 പേര് ശ്വാസം കിട്ടാതെ കുഴിഞ്ഞു വീണ് മരിച്ചു. അയ്യോ സങ്കടം. ഞാൻ പത്രം നോക്കിയിട്ട് പറഞ്ഞു പ്രണാമം, ആദരാഞ്ജലികൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും. അച്ഛനോട് അമ്മയോട് ചോദിച്ചപ്പോൾ നോക്കിയിട്ട് പറയും പ്രണാമം, ആദരാഞ്ജലി. ദുഃഖമുണ്ട്, പക്ഷെ NSS SPC ദുഃഖമുണ്ട്. ആ ദുഃഖത്തിന് ആഴം കുറവാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ കാരണം? അതങ്ങ് ചൈനയിലാണ്, നമ്മളിങ്ങ് മയിലാണ്. ഇതൊന്നും ഇവിടെ എത്തുകയില്ല. എന്തൊരു ഡിഫൻസ് കോൺഫിഡൻസ്. ഇത് ലഹരിയുമായി കണക്ട് ചെയ്യാൻ ഞാൻ പറയുന്നത്. ചൈനയിലാണെന്ന് പറഞ്ഞ് ഡിഫൻസ് സ്വീകരിച്ചു. അധികം വൈകാതെ അതാ 2020 മാർച്ച് മാസം ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തു. എവിടെയാ SPC ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്തു? അതന്നെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വശ്യസുന്ദര ഭൂപ്രദേശമായ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃക മൂല്യമുള്ള തൃശ്ശൂരിന്റെ മണ്ണിൽ. അപ്പൊ നമ്മൾ ഡിഫൻസ് മാറ്റി പിടിച്ചു, ചൈന വിട്ടു. അതങ്ങ് തൃശ്ശൂരല്ലേ. തൃശ്ശൂരും കഴിഞ്ഞ്, ഷൊർണൂരും കഴിഞ്ഞ്, കുറ്റിപ്പുറം കഴിഞ്ഞ്, ഫറൂഖും കഴിഞ്ഞ്, കോഴിക്കോടും കഴിഞ്ഞ്, കൊയിലാണ്ടിയും കഴിഞ്ഞ്, വടകരയും കഴിഞ്ഞ്, മാഹിയും കഴിഞ്ഞ്, തലശ്ശേരിയും കഴിഞ്ഞ്, എടക്കാടും കഴിഞ്ഞ്, കണ്ണൂർ സൗത്തും കഴിഞ്ഞ്, നോർത്തും കഴിഞ്ഞ്, കണ്ണൂരിലെത്തി, പുതിയ തെരുവെത്തി. അയ്യോ ഇങ്ങോട്ടൊന്നും എത്തുന്ന പരിപാടിയേ ഇല്ല. കോൺഫിഡൻസ്. ഞാനും പറഞ്ഞു ധർമ്മടത്തൊന്നും എത്തൂല. ഒരു ദിവസം രാവിലെ ഭാര്യ വിളിച്ചു പറഞ്ഞു, ജനലിലൂടെ ഇങ്ങനെ എത്തിനോക്കിയിട്ട് പറഞ്ഞു ആളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. അപ്പൊ മൊബൈൽ ഫോൺ എടുത്ത് ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, മൊയ്തു പാലത്തിന് സമീപം ഒരു വീട്ടില് 13 പേർക്ക് ഒരുമിച്ച് കോവിഡ്. എന്റെ പടച്ചോനെ, എന്റെ വീട്ടിന്റെ അടുത്ത് ഞാൻ തല വെച്ചു. എനിക്ക് ബോധ്യമായി ഇത് വലിയ സാധനം തന്നെയാണ്. ആകെ ടെൻഷനായി. അപ്പൊ നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അത് മൊയ്തു പാലം ഭാഗത്തില് മുഴപ്പിലങ്ങാടും കഴിഞ്ഞ്, എടക്കാടും കഴിഞ്ഞ്, ചാല ബൈപ്പാസും കഴിഞ്ഞ്, താഴെച്ചോവും കഴിഞ്ഞ്, മേലേച്ചോവും കഴിഞ്ഞ്, റാണിയും കഴിഞ്ഞ്, കാട്ടക്സും കഴിഞ്ഞ്, കണ്ണൂരും കഴിഞ്ഞ്, AKG സ്റ്റോപ്പും കഴിഞ്ഞ്, പുതിയ തെരുവും കഴിഞ്ഞ്, കമ്പിലും കഴിഞ്ഞ്, കൊളശ്ശേരി മുഖം കഴിഞ്ഞ്. ഇതിങ്ങോട്ട് എത്തുന്ന കാര്യമൊന്നുമില്ല. വീണ്ടും ഡിഫൻസ് ആയിരിക്കും. ഇനി ഈ വിഷയം ഞാൻ ഓർമ്മപ്പെടുത്താൻ കാരണം എന്താണെന്നറിയും? ഒടുവിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. വൈകുന്നേരം കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറി. അങ്ങനെ ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയതിനു ശേഷം സാധാരണ നമ്മൾ തൊട്ടിയും വെള്ളവും ബക്കറ്റും ഒക്കെ എടുത്ത് തലയിലൂടെ കപ്പെടുത്തുകൊണ്ട് ഒഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഷവർ ഓൺ ചെയ്ത് കുളിക്കുക. ഈ കുളിക്കുന്നതിനിടയിൽ നമ്മളൊരു സാധനം എടുത്തു തേക്കാൻ വേണ്ടിയിട്ട്. ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നമ്മൾ നോക്കി, ഇതെന്താ മണക്കാത്തത്? സോപ്പിന് മണം കിട്ടുന്നില്ല. ആഞ്ഞു വലിച്ചു നോക്കി, സോപ്പിന് മണമില്ല. ആകെ ടെൻഷനായി. അപ്പൊ നമ്മളെന്താ പറയുന്നത്? കോവിഡ് എന്ന് പറയില്ല, നോക്കണം. കോവിഡ് അല്ലേ? അല്ല. രാത്രി ഭക്ഷണം കഴിക്കുമ്പോ ടേസ്റ്റ് ഇല്ല. എന്താ പറഞ്ഞത്? പനിയായത് കൊണ്ടാണ്. പിറ്റേ ദിവസം നടുവേദന, നട്ടെല്ല് വേദന,
ആകെ പ്രയാസം സൃഷ്ടിച്ചപ്പോ അപ്പോഴല്ലേ ഏട്ടൻ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞത്, ആരും അറിയണ്ട, ലാബിൽ പോവാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ട, പ്രത്യേകമായ വാഹനത്തിൽ കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിൽ ഇരുത്തി ഡബിൾ വാടക കൊടുത്തിട്ട് ലാബിന്റെ മുന്നിലേക്ക് പോയപ്പോ വെള്ള സാരിയും വെള്ള ബ്ലൗസും ധരിച്ച ചേച്ചി ചിരിച്ചുകൊണ്ട് ലാബിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കോയിൽ പോലത്തെ സാധനം ഇങ്ങനെ എടുത്തിട്ട് മൂക്കിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ട് തിരിച്ചു കളിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു പറഞ്ഞു, ആരാ ബിന്ദു? ഞാനാ ബിന്ദു. എവിടെയാ സ്ഥലം? കമ്പിൽ. ചൈനയെ കണ്ട സാധനം വീട്ടിലെത്തിയിട്ടുണ്ട്, 14 ദിവസം അടങ്ങി ഒതുങ്ങിയിരിക്കണേ. ഉയന്റെ പഠിച്ചോനെ. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ എത്തിയവരാണ് ബോധ്യപ്പെട്ടു. അതുവരെ ചൈന, തൃശ്ശൂര്, കോഴിക്കോട്, തലശ്ശേരി. ഇതുപോലെ ആവരുത് ലഹരി. ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ലല്ലോ, എന്റെ തൊട്ടപ്പുറം ആരും ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഇതൊരു സുപ്രഭാതത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിസന്ധികളെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഇന്നിന്റെ കാലഘട്ടത്തിൽ ഈ അപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരം അപകടങ്ങൾ വരുമ്പോൾ ആദ്യം സുന്ദരമായി അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും മികച്ച മാനസിക ആരോഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ആ മാനസികാരോഗ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംവാദ സദസ്സുകൾ നടത്തുന്നത്. മികച്ച മാനസികാരോഗ്യമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെല്ലാവരെയും ചേർത്തുകൊണ്ട് ഞാൻ 1 ലിറ്റർ ശുദ്ധമായ പാലെന്ന് പറയാം. നിങ്ങളെല്ലാവരും ചേർത്തുകൊണ്ട് ഞാൻ 1 ലിറ്റർ ശുദ്ധമായ പാലെന്ന് പറയാം. പക്ഷെ 1 ലിറ്റർ ശുദ്ധമായ പാലിൽ 1 തരി ഉപ്പ് വീണാൽ പാൽ ഉപയോഗിക്കോ? പാൽ അശുദ്ധമായി. 1 ഗ്ലാസ് പാലിൽ 1 തരി ഉപ്പ് വീണാൽ പാൽ അശുദ്ധമായി. ഒരു ക്ലാസ് റൂമിലെ 5 പേര് ഒരു ബെഞ്ചിലിരിക്കുന്നു. 5-ൽ ഒരാൾ ഉപ്പായി മാറിക്കഴിഞ്ഞാൽ ആ റോ കംപ്ലീറ്റ് പോയി കളയും. അതാണ് പടർന്ന് പന്തലിക്കും. കോവിഡിനേക്കാൾ വേഗത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറും. കോവിഡ് വന്നു കഴിഞ്ഞാൽ മാസ്ക് ഇട്ട് സോപ്പിട്ട് അകലം പാലിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാം. വാക്സിൻ എടുത്തിട്ടുണ്ട്, നമ്മൾ കൃത്യമായി പ്രതിരോധിക്കാം. പക്ഷെ ലഹരി നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ അടിവേര് പിഴുതെടുത്ത് കൊണ്ടുപോകുന്ന സാധനമാണ് ലഹരി എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതിനെ കുറിച്ചുള്ള നല്ല ബോധം നമ്മുടെ മനസ്സിനുള്ളിലേക്ക് വരണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് 2020 മാർച്ചിലാണ് എന്റെ മോള് പാസ്സായതാണ്. ഇപ്പം ബ്രണ്ടൻ കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ഓളും NSSന്റെ നിങ്ങൾ പുറത്ത് പ്രവർത്തകയാണ്. ഞാൻ 2020 മാർച്ച് എനിക്ക് ഓർമ്മയുണ്ട്. മൊബൈൽ ഫോൺ ഈ 2020 മാർച്ചിൽ കോവിഡ് വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതി സ്കൂളെല്ലാം അടച്ചപ്പോ മാറി. ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി, ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതി, ഫസ്റ്റ് ബെൽ എന്നാണ് അതിന്റെ പേര്. അങ്ങനെ സ്കൂളെല്ലാം അടച്ചപ്പോ പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് ഫോണില്ലാത്തവർക്ക് ഫോൺ വാങ്ങിച്ചു തന്നു, നെറ്റ് സംവിധാനം ഏർപ്പെടുത്തി തന്നു, ടാബ് വാങ്ങിച്ചു തന്നു, TV വാങ്ങിച്ചു തന്നു. പഠിക്കാൻ വേണ്ടിയിട്ട് പഠനത്തിൽ 1 തരി പോലും നമ്മുടെ കുട്ടികൾ പിന്നോക്കം പോരുന്ന സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ മക്കളെ സുന്ദരമായി പഠിച്ച് വാർത്തെടുക്കാൻ വേണ്ടി കോവിഡ് കാലഘട്ടത്തിലും സുന്ദരമായി ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിൽ അതുവരെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞെന്നറിയാം. ഇങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു മോണിറ്റർ വെച്ചു നമ്മളോട് പറഞ്ഞിട്ട്, മോളെ മൊബൈൽ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അടുത്ത് കുത്തല്ലേ അതേ എടുത്ത് കളിക്കല്ല മോളെ എന്ന് ഞാൻ പറയും. എന്റെ തലശ്ശേരി ഭാഷ പറഞ്ഞാൽ തോണ്ടല്ലേ എന്നൊക്കെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്. കോവിഡ് വന്ന് സകല സ്കൂളും അടച്ചപ്പോൾ പഠനം കഴിച്ചതില്ലായി. അതേ നാവ് കൊണ്ട് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, എടുക്ക് കുത്ത് തോണ്ട് ഇത് പറയേണ്ടി വന്നു. പക്ഷെ സാഹചര്യം നോക്കണം. അന്ന് കോവിഡ് കാലഘട്ടത്തിൽ അമ്മ വാങ്ങിച്ചെന്ന ഫോൺ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ഫോൺ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? അന്ന് 4 GB ഉപയോഗിച്ചത് ഇപ്പം കുറച്ചു കൊണ്ടിട്ടുണ്ടോ നിങ്ങൾ ഉപയോഗം? അന്ന് കോവിഡ് കാലഘട്ടത്തിൽ കിട്ടിയ ഫോൺ ഇപ്പം കയ്യിൽ തന്നെ ഉണ്ടോ? ആ നെറ്റ് സംവിധാനം തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ തുടരുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കണം, എന്നോട് പറയണ്ട. ആ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ കുട്ടികളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള മികച്ച മാനസികമായ കരുത്ത് വേണം. എന്റെ മോള് SSLC പാസ്സായപ്പോ എന്നോട് പറഞ്ഞു, ദ ഗ്രേറ്റ് അംബിഷൻ ടീച്ചർ, എനിക്കൊരു ടീച്ചർ ആവുക എന്നുള്ള എന്റെ അഭിലാഷം. കൗമാരം മനസ്സ് എന്ന് പറഞ്ഞാല് വെൽ പ്ലാൻഡ്, ദീർഘവീക്ഷണത്തോടുകൂടി ആസൂത്രണം ചെയ്യേണ്ട പ്രായമാണ് കൗമാരം. അപ്പൊ ഞാൻ തോന്നി ഏറ്റവും കൂടുതൽ ഞാൻ മോഹിച്ചതാണ് ഒരു അധ്യാപക ജോലി. അതുകൊണ്ട് എനിക്ക് നഷ്ടമായതുപോലെ എന്റെ മോളിലൂടെ നേടിയെടുക്കട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അവള് പറഞ്ഞു ഹ്യൂമാനിറ്റീസ് അവിടെ ആയിക്കോട്ടെ. എന്റെ മോള് ചങ്ങാതി തൊട്ടപ്പുറത്ത് 95% മാർക്കുണ്ടോ SSLC. എന്റെ മോളെ ചങ്ങാതിക്ക് 2 പേരും സുഹൃത്തുക്കളാണ് പഠിക്കാൻ പോകുന്നത്. ഇനി സംഭവം നിങ്ങൾ നോക്കാം. പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അന്ന് എന്റെ വീട്ടിന് തൊട്ടപ്പുറത്ത് ഏച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു രക്ഷയില്ല, പഠനം തെച്ച് മൊബൈലിലാണ്. രാത്രി 12 മണിയായിട്ട് ഓള് ഫോൺ വെക്കുന്നില്ല, ഒരേ കുത്തലാന്ന്. എനിക്കാകെ ടെൻഷൻ ആവുന്ന സഹികെട്ട ഒരു ദിവസം ഞാൻ എന്റെ മോളോട് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ ഏച്ചി എന്നോട് പറയാ, മോളെ മതി, 12 മണിയായില്ലേ, എനിക്ക് കടന്നുറങ്ങിയാട്ടെ.
അപ്പൊ മോള് തിരിച്ച് കൗണ്ടർ എന്നോട് പറയാ, എന്റെ അമ്മയെ ഇതൊന്നൊരു നെഗറ്റീവാ, 10ാം ക്ലാസ് എല്ലാ വിഷയത്തിലും A+ വാങ്ങി 95% മാർക്ക് വാങ്ങി +1 ഒരു വിഷയത്തിലും അരിയർ ഇല്ലാതെ സപ്ലിമെന്ററി ഇല്ലാതെ സുന്ദരമായി പഠിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഉറക്കൊഴിഞ്ഞ് പഠിക്കുമ്പോ അമ്മ തന്നെ ഇതൊക്കെ നെഗറ്റീവാ. എന്റെ മോളെ, അമ്മ പറഞ്ഞു സോറി മോളെ, പഠിക്കുകയായിരുന്നു, തെറ്റ് പറ്റിയതാണ്. അമ്മ ആപ്പിളെല്ലാം കട്ട് ചെയ്ത് പാപമൊക്കെ ചൂടുവെള്ളം കാപ്പിയൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കും. 2 മാസം കഴിഞ്ഞപ്പോൾ ഈ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊണ്ട് 2 മാസം കഴിഞ്ഞപ്പോ PTA മീറ്റിംഗിൽ എന്നെ വിളിപ്പിച്ചു. ഞാനും പോയി. ഏച്ചിയുണ്ട്, എന്റെ അടുത്ത് തന്നെയാണ്, അവർ വന്നിട്ടുണ്ട്. എന്റെ മോളെ പേപ്പറൊക്കെ ഞാൻ കൃത്യമായിട്ട് അവിടെ ടീച്ചർ ഞാൻ നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഏച്ചിയുടെ മോളെ പേപ്പറിൽ 20ൽ 2, 20ൽ 3 മാർക്ക് തലേക്ക് വെച്ചു. ഏച്ചി വിശ്വസിക്കുന്നേ ഇല്ല, ഇതെന്റെ മോളെ പേപ്പറിലാണ്. ടീച്ചർ പറഞ്ഞത് നോക്ക്, കൈയക്ഷം നോക്ക്, 95% മാർക്ക് വാങ്ങി എന്റെ മോളോ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയവും A+ കിട്ടിയതുകൊണ്ട് മാത്രമാവുന്നില്ല. +2 എല്ലാ വിഷയത്തിലും A+ കിട്ടിയതുകൊണ്ട് മാത്രമാവുന്നില്ല. ജീവിതത്തിൽ A+ കിട്ടാൻ നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ A+ വേണം. 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ അനുമോദന ചടങ്ങിൽ ഒരുപാട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മുൻകാലങ്ങളിലും. ഇപ്പോഴും അവരൊക്കെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിയത് എനിക്കറിയാം. +2 ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവർ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയതൊക്കെ എനിക്കറിയാം. എന്നാൽ 10ാം ക്ലാസ്സിൽ ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത അവരിൽ കണ്ടവരിൽ ഒരുപാട് പേർ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ചുരുക്കം ചിലരെ കണ്ടെത്തിയ മറ്റൊരു സ്ഥലം ഞാൻ പറയാം, ജയിലുകളിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് അക്കാദമിക്കൽ A+ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ജീവിതത്തിൽ A+ കിട്ടാൻ അവർക്ക് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്, പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, തരണം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അമ്മ ആകെ ടെൻഷനായിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാനവിടെ പോയപ്പോൾ കാണുന്നത് സ്റ്റോർ റൂമിന്റെ ഭാഗത്ത് മുകളിലിരുന്നിട്ട് ഗ്ലാസും പ്ലേറ്റൊക്കെ എടുത്ത് കയറി ഒരേ വിഷയം ചോദിച്ചപ്പോ സൈബർ അഡിക്ഷൻ ഒറ്റയടിക്ക് മനസ്സിലായി. ഞാൻ അമ്മയോട് പറഞ്ഞു, മോൾ ഉറങ്ങിക്കഴിഞ്ഞാല് മോളെ ഫോൺ ഇങ്ങോട്ട് വാങ്ങിച്ചു, നമുക്ക് നോക്കാം. മോൾ ഉറങ്ങിയതിനു ശേഷം എടുത്ത് നോക്കുമ്പോൾ വാട്സപ്പ് നോക്കി വലിയ പ്രശ്നമില്ല, ഫേസ്ബുക്ക് നോക്കി വലിയ പ്രശ്നമില്ല, ട്വിറ്റർ നോക്കി വലിയ പ്രശ്നമില്ല, മെസ്സഞ്ചർ നോക്കി വലിയ പ്രശ്നമില്ല. ഇൻസ്റ്റാഗ്രാം എടുത്തു, പ്രശ്നമുണ്ട്. ഇപ്പൊ തലവെക്കുന്ന സലാദല്ലേ. അപ്പൊ അവിടെ നോക്കുമ്പോൾ കാണുന്നത് ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് രാത്രി 12 മണിയാകുമ്പോഴേക്കും ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ മൊബൈൽ ഫോണിൽ ഒരു വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ ആദ്യം എന്താ ചെയ്യാന്നറിയാം? എല്ലാവരും അല്ല, ചില എന്ത് ചെയ്യുന്നറിയാം, ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ ഇങ്ങനെ നോക്കും, DP നോക്കും, കുഴപ്പമില്ല. മ്യൂച്വൽ ഫണ്ട് അറിയുന്ന 16 ആളുണ്ട്, അക്സെപ്റ്റ് ചെയ്തു, മോള് അക്സെപ്റ്റ് ചെയ്തു. അതൊരു സാധാരണ ഒരു സാഹചര്യത്തിൽ മോളും ആ ഫ്രണ്ട് റിക്വസ്റ്റ് അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ കാണുന്ന കാഴ്ച, കൗമാരമേ, തൊട്ടാൽ പൊട്ടിപ്പോകുന്ന പ്രായമാണ് നിങ്ങൾ, തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണ് കൗമാരം. ഈ കൗമാര പ്രായത്തെ അതിസമർത്ഥമായി തരണം ചെയ്യാൻ വിദ്യാലയങ്ങളിൽ NSS ഉണ്ട്, SPC ഉണ്ട്, സ്കൗട്ട് ഉണ്ട്, ഗൈഡ്സ് ഉണ്ട്, JRC ഉണ്ട്, വിമുക്തി ക്ലബ്ബുകളുണ്ട്. സങ്കീർണമായ കൗമാര പ്രായത്തെ അതിസമർത്ഥമായി തരണം ചെയ്യാൻ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി പോരാട്ട പ്രസ്ഥാനങ്ങൾ ഇന്നുണ്ട്. കൗമാരം തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണ്. എന്താ സംഭവിച്ചത്? ഇൻസ്റ്റയിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് കുട്ടി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങള്? ഫ്രണ്ട് ആയ ശേഷം ആദ്യം ഒരു മെസ്സേജ് ഇങ്ങോട്ട് പാസ് ചെയ്യാം. ഇൻസ്റ്റയിൽ ഒരു ഫ്രീക്വന്റ് മെസ്സേജാണ്. അപ്പൊ ഞാനും സാറും തമ്മിലൊരു പരിചയം ഉണ്ടെങ്കിൽ, ഞാനും ടീച്ചറും തമ്മിലൊരു പരിചയം ഉണ്ടെങ്കിൽ, നമ്മുടെ മരിച്ചതിന്റെ പേരിൽ ഗുഡ് മോർണിംഗ് HAI ഹായ് എന്ന മെസ്സേജ് ഉണ്ടാവുക. ഇതിൽ വന്ന മെസ്സേജ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മൊബൈൽ നോക്കുമ്പോൾ ഒരു ഫ്രീക്വന്റ് മെസ്സേജാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു? അവസാനം രാത്രി 12 മണിക്ക് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കും. പെട്ടെന്ന് ഇംഗ്ലീഷിലായാലേ. പക്ഷെ പെൺകുട്ടി ആദ്യ സമർത്ഥിയ ഒരു കൗണ്ടർ പോലും കൊടുത്തിട്ടില്ല, മറുപടി. മൊബൈൽ ഫോൺ നോക്കിയിട്ടുണ്ട്, പക്ഷെ വിട്ടില്ല അവൻ. പിറ്റേ ദിവസം ഹായുടെ വലിപ്പം കൂട്ടി. ഹായ് വലിയ രീതിയിൽ വന്നപ്പോ പെൺകുട്ടിക്ക് ഏതോ ഉള്ള ഒരു ചിരി വന്നിട്ടുണ്ട്. ഒരൊറ്റ മെസ്സേജ് കൂയി. പിന്നത്തെ മെസ്സേജ് എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളാൾക്ക് എന്റെ മോളെ പ്രായം പോലും ഇല്ലാത്തവരെ നിങ്ങൾ എല്ലാവരും ചാറ്റിംഗ് ആയി പഠനം സെക്കൻഡ് കൊണ്ട് പോയി. ഇത് പെട്ടെന്ന് നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി പറ്റിക്കഴിഞ്ഞല്ലേ. അമ്മയേക്കാൾ മൂല്യമുള്ള സാധനവും പിന്നെ ഇത്, അച്ഛനേക്കാൾ മൂല്യമുള്ള സാധനവും. പെൺകുട്ടിയുടെ പഠന നിലവാരം തകർന്നുപോയി. +2 എന്റെ മോളെ കൂടെ പഠിച്ച പ്രിയപ്പെട്ട മോള് തടഞ്ഞുകൊണ്ടാണ്, സൈക്യാട്രിസ്റ്റിനെയൊക്കെ കണ്ടുകൊണ്ടാണ് ഇൻഫ്ലമേഷൻ, തലച്ചോറിൽ ഇൻഫ്ലമേഷൻ ബാധിച്ച മോള് പിന്നെ റിക്കവറി ചെയ്ത് ഒരുപാട് ചികിത്സയ്ക്ക് ശേഷമാണ്. അടിവരയിട്ടുകൊണ്ട് പറയുന്നു, 10ാം ക്ലാസ്സിലെ A+ മാത്രമല്ല മാനദണ്ഡം. ജീവിതത്തിൽ A+ കിട്ടണമെങ്കിൽ ഇന്നിന്റെ അപകട സാഹചര്യങ്ങളിലേക്ക് പോവാതിരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
അത്തരം നല്ല ചാലക ശക്തികളെ നിങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പോരാട്ടങ്ങൾ വിമുക്തി ക്ലബുകൾ വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മോൾക്ക് മെസ്സേജ് അയച്ച ചെക്കനെ കാണാൻ നമ്മൾ തീരുമാനിച്ചു നാട്ടിൽ. അപ്പോ നമ്പർ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഗൂഗിൾ അമ്മായിയോട് ചോദിച്ചു ഈ നമ്പർ ഏടിയാണ്. അപ്പൊ അമ്മായി പറഞ്ഞു. അപ്പൊ അതിനിപ്പം മറ്റൊരു കൗതുകം എന്ന് പറയുമ്പോൾ ചെക്കൻ്റെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അഡ്രസ് എടുത്ത് നോക്കുമ്പോൾ അതും എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ. സ്ഥലം ഏഷ്യയിൽ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് മുഴപ്പിലങ്ങാടിന് അടുത്തുള്ള സ്ഥലമാണ്. രാവിലെ ബൈക്കും എടുത്ത് ഇങ്ങനെ ഗൂഗിൾ അമ്മായി പറയുന്ന പോലെ പോയി 100 മീറ്റർ മേലോട്ട് പോവാ, ഇടത്തോട്ട് പോവാ, വലത്തോട്ട് പോയി. അവസാനം അമ്മായി പറഞ്ഞു സ്റ്റോപ്പ്, നിർത്തി വണ്ടി. ഒരു വീട് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ച് 2 തവണ അടിച്ചപ്പോ ഒരു സ്ത്രീ വാതിൽ തുറന്നു. ഉടൻ തന്നെ നമസ്കാരം എന്ന് പറഞ്ഞു. മോനെ കാണാൻ വന്ന രാവിലെ 7 മണിക്ക് ഇതോടെ നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ വാതിലടക്കാൻ നോക്കും. പറഞ്ഞു അയ്യോ അങ്ങനെ വാതിലടക്കല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ID കാർഡൊക്കെ ഉണ്ടാവും എക്സൈസിന്റെ. പറഞ്ഞു എക്സൈസിലൊരു ദിവസം കൂടിയാണ്, ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നാൽ എന്റെ അപ്പാ എന്നതിനെ പറ്റിയ സാറേ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, പോന്നു മോനെ വിളിച്ചാൽ. പിന്നെ കാണുന്ന കാഴ്ച ഞാൻ വരച്ച് കാണിച്ചു തരാം. ഏച്ചി സ്റ്റെപ്പ് കയറിയിട്ട് മേലത്തെ നിലയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്നത് ഞാൻ ഇങ്ങനെ താഴെ നിന്ന് കാണുന്നുണ്ട്. സ്റ്റെപ്പ് കയറി പോയിട്ട് റൂമിനടുത്ത് വാതിലടിക്കുക. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എടാ ആരോ വന്നിട്ട് ഒരു 50 തവണയെങ്കിലും ഏച്ചി കൈ അടിച്ചിട്ടുണ്ട്. ഒരേ അടി വാതിലടിച്ചിട്ടുണ്ട്. ആരോ വന്നിട്ട് വാതിൽ തുറക്കുന്നില്ല. ഒരുപാട് തവണ അടിച്ചതിന് ശേഷം വാതിൽ തുറന്നു. എന്റെ കവിലോട്ടും ചാലെ അന്ന് ഞാൻ കണ്ട കാഴ്ച ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. വാതിൽ തുറന്നു. ഒരു സാധനം പുറത്തേക്ക് വരുന്ന സാധനം മുടി സ്പ്രിങ് പോലെ 4 ഭാഗത്തേക്ക് വരുന്ന ഒരു സാധനം പുറത്തേക്ക് വരുന്നത്. സെൻട്രലിലെ മുടി കുത്തൻ 1 കിലോമീറ്റർ പോയിട്ടുണ്ട്. എന്റെ പഠിച്ചോനെ ഞാൻ കുറെ സമയം മുടി ഇങ്ങനെ നോക്കിയിരുന്നു. കുളിച്ചിട്ട് ഒരു 50 കൊല്ലായ പോലെ ഉണ്ട് കാണുമ്പോൾ. ഈ ചെക്ക് പറയുന്നത് ഒരു ഫ്രീക്ക് സാധനം എങ്ങനെ നോക്കിയെന്ന് പറയേ. പിന്നെ മെല്ലെ അവൻ ആ റൂമിൽ നിൽക്കാനടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോ അവന്റെ കണ്ണും എന്റെ കണ്ണും തമ്മിൽ ഉടക്കിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഭരതനാട്യത്തിനാണ് മോഹിനിയാട്ടത്തിനാണ് പോയി വരുന്ന പോലെ കൺമഷിയാണോ സുർമിയോ എന്നറിയില്ല വാരി പറ്റിച്ചിട്ടുണ്ട് ഒരു സാധനം. അവൻ നടക്കുന്ന ശൈലി എന്നെ അത്ഭുതപ്പെടുത്തിയാണ്. അവൻ നടക്കുന്ന ശൈലി കണ്ടപ്പോൾ എന്നെ 10ാം ക്ലാസ്സിൽ പെർലശ്ശേരി സ്കൂളിൽ പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ച ബാലമാഷ എനിക്ക് ഓർമ്മ വന്നത്. അവൻ നടക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ വരുന്ന ഇങ്ങനെ. അപ്പൊ എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ബാലമാഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് പണ്ട് പഠിക്കുമ്പോൾ ആദിമ മനുഷ്യനായി നിയോണ്ടർത്താന്റെ പോലെ എങ്ങനെയാണ്. ഇപ്പൊ യുവതലമുറയിൽ ഒരു വലിയ വിഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ കൊലക്കാനായ വായന കണ്ടിട്ടുണ്ടാവില്ല, അത് ഒടിഞ്ഞു കുത്തിയ പോലെയുള്ളൂ. ഇങ്ങനെയുണ്ടാവുക. എന്താ കാരണം? 24 മണിക്കൂറും കുത്തി 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 ഇങ്ങനെ ആയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ തട്ടല് വളഞ്ഞ സാധനം എല്ലാം സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്. അത് വന്നിട്ട് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഓന്റെ വീട്ടിലെ കസേര തന്നെ ഓനെ അവിടെ ഇരുത്തി. ഓനാടെ ഇരുത്തി ഓനാട് ഞാൻ ഇങ്ങനെ നോക്കി. ഇങ്ങനെയുള്ളത് കൊലഞ്ഞിട്ടുള്ള സാധനം വെറുതെ ഇങ്ങോട്ട് എടുത്തുമ്പോൾ ആദ്യം കുറഞ്ഞ് താഴോട്ട് തന്നെ വീഴുന്നുണ്ട്. ഞാൻ വെറുതെ അവന്റെ പാൻറ് ഇങ്ങനെ നോക്കി. എന്റെ പടച്ചോനെ പെരാന്തന്നാക്കിയിട്ട് കടിച്ചു കീറിയ പോലെ 150 സ്ഥലത്ത് കീറിയിട്ടുണ്ട്. കീറാൻ സ്ഥലമില്ല. ഒരു ഫ്രീക്ക പാൻറ്റും. അന്നേരം എനിക്ക് എൻ്റെ 10ാം ക്ലാസ് ഓർമ്മ വന്നു. 2 കറുത്ത പാൻറ്റും 2 വെള്ള ഷർട്ടും എനിക്ക് ആക്കിയാന്നുള്ളത്. ഏതൊരു ദിവസം കറുത്ത പാൻറ്റിൽ ഇങ്ങനെ സ്ക്രാച്ച് വന്ന് കീറിയിട്ട് ബെഞ്ചിലെ ഡെസ്കിലാണ് കുറഞ്ഞിട്ട് ഉമ്മ അത് അലക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അലക്കിയിട്ടുണ്ട്. പക്ഷെ ഈ തുന്നിടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഓർമ്മയില്ല. പിറ്റേ ദിവസം ഞാൻ അത് വിട്ടിട്ട് പോകണ്ട. ഈ വൈകുന്നേരം വരെ ഇങ്ങനെ പിടിച്ചിട്ട് ക്ലാസ്സിലിരുന്ന് ഇത് നോക്കുമ്പോൾ കീറാൻ ഒരു സ്ഥലവും ഇല്ല. ഒരു സാധനം ഇങ്ങനെ അവന്റെ തല നിവൃത്തി നോക്കുമ്പോ മാരകമായ ലഹരി കേസിലെ പ്രതിയായിരുന്നു അവൻ. ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല, കേസുമായി ബന്ധപ്പെട്ടതുകൊണ്ട്. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് രസകരമായ ആകർഷിക്കുന്ന കൗമാര മനസ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഫോട്ടോയിലൂടെയും മെസ്സേജിലൂടെയും വാക്കുകളുടെയും വരാൻ ഇത്തരം ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ടാവും. കാരണം ഈ കൗമാരം എന്ന് പറയുന്നത് ഹോർമോൺ വ്യതിയാനമുള്ള പ്രായമാണ്. ഓപ്പോസിറ്റ് അട്രാക്ഷൻ വരുന്ന പ്രായമാണ്. ദീർഘവീക്ഷണമില്ലാത്ത പ്രായമാണ്. എന്ത് പരീക്ഷണം തോന്നുന്ന ഈ പ്രായമാണ്. ആ പരീക്ഷണം തോന്നുന്ന ദീർഘവീക്ഷണമില്ലാത്ത ഈ പ്രായത്തെ അതിസമർത്ഥമായി തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് NSS, അതാണ് SPC, അതാണ് വിമുക്തി ക്ലബ്ബുകൾ. അവിടെയാണ് നമ്മുടെ പ്രവർത്തനം. ഈ കാലഘട്ടത്തെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ വീണ് പോവാതിരിക്കണം. തൊട്ടാൽ പൊട്ടും എന്ന് പറയാൻ കാരണം എന്താ? പെട്ടെന്ന് തന്നെ എനിക്ക് താഴോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇറങ്ങുമ്പോൾ ശബ്ദം പോവും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാത്ത കേട്ടോ. അതായത് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ടെൻഷൻ അടിക്കും. പെട്ടെന്ന് ടെൻഷൻ അടിക്കും. വെറുതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മതി. കൗമാര മനസ്സിനോട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ടെൻഷൻ അടിക്കും. ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതെന്താ കണ്ണിനടിയിൽ ഇങ്ങനെ കാണുന്നത്? ഒരു കറുത്ത കലയില്ല. ഇത് ഞാൻ പറഞ്ഞാൽ മതി. ആകെ ടെൻഷൻ. വീട്ടിൽ പോയിട്ട് കണ്ണാടി എടുത്തിട്ട് ഏടിയ കറുത്ത കല, ഏടിയ കറുത്ത കല, ഏടിയ കറുത്ത കല. ഇതാ കൗമാരം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. പറഞ്ഞ മതി. ഇതെന്തൊരു സുന്ദരിയ.
ഇത് സ്ഥിരമായിട്ട് ഒരാൾ നമ്മളോട് ഇങ്ങനെ പറയുന്നത് ഇതാണ് കൗമാരം. ഈ കൗമാര മനസ്സിനെ അതിസമർത്ഥമായി തരണം ചെയ്യാനുള്ള മികച്ച മാനസികാരോഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിമുക്തി പ്രവർത്തനങ്ങള്. ഈ അടുത്ത കാലത്ത് എന്റെ നാട്ടില് 11 വയസ്സുള്ള ഒരു കുട്ടി 5 പേയിളകിയ പട്ടിക്കൂട്ടങ്ങൾ കടിച്ചു കീറി മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾ പത്രത്തിലൊക്കെ ചർച്ച കണ്ടിട്ടുണ്ടെങ്കിൽ 11 വയസ്സുള്ള മോൻ പഠിക്കുന്നത് തലശ്ശേരിക്കടുത്തുള്ള ഒരു ഭിന്നശേഷിക്കാരെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലാണ്. അവന് ഡിസബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ കേൾവി ശേഷിയില്ല. അവന് ഡിസബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ സംസാരശേഷിയില്ല. പതിപോലെ സ്കൂൾ വിട്ട് സ്കൂളിന്റെ ബസ്സിൽ നിന്ന് വീട്ടിലെത്തി അടുത്ത വീട്ടിലേക്ക് കളിക്കാൻ വേണ്ടി പോയതാണ് മോൻ. ഒരു 25 മീറ്റർ മുന്നോട്ട് പോയപ്പോ അന്ന് 5 പേയിളകിയ പട്ടിക്കൂട്ടങ്ങൾ ആക്രോശിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ഓടി വന്നപ്പോ ആ കുര കേൾക്കാൻ അവന് കേൾവിശേഷി ഉണ്ടായിരുന്നില്ല. 5 പേയിളകിയ പട്ടിക്കൂട്ടങ്ങൾ വളഞ്ഞ് ആക്രമിച്ച് കടിച്ച് കീറി രക്തം കുടിക്കുമ്പോ ഒന്നുറക്കെ കരയാൻ അവന് സംസാരശേഷി ഉണ്ടായിരുന്നില്ല. 5 പേയിളകിയ പട്ടിക്കൂട്ടങ്ങൾ കടിച്ചു കീറി ആശുപത്രിയിൽ എത്തിച്ചു, മരിച്ചുപോയി. പേര് പോലും ഞാൻ പരാമർശിക്കുന്നില്ല. നിങ്ങൾ ഇതിന്റെ ചർച്ചയൊക്കെ മീഡിയയിൽ അത്രത്തോളം ഉണ്ടായിരുന്നു 2-3 ദിവസം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. SPC 5 പേയിളകിയ പട്ടിക്കൂട്ടങ്ങൾ കടിച്ചു കീറിയപ്പോ പേയിളകിയ പട്ടിക്കൂട്ടങ്ങൾ കാട്ടിയ പേക്കൂത്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താണ് ലഹരി? പേയിളകിയ പട്ടിയേക്കാൾ ക്രൂരനാണ് ലഹരി. സുബോധമില്ലാത്ത അവസ്ഥയിലേക്ക് അധികം. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എന്റെ മോൾക്ക് സമാനമായ പ്രായമുള്ള കുട്ടിയാണെന്ന് എനിക്ക് തോന്നണമെങ്കിൽ എനിക്ക് സുബോധം വേണം. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, കൊച്ചുമിടിക്കുകയാണെന്ന് എനിക്ക് തോന്നണമെങ്കിൽ എനിക്ക് സുബോധം വേണം. എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്റെ മോളെ കാണുമ്പോൾ ഇതെന്റെ രക്തമാണെന്ന് എനിക്ക് തോന്നണമെങ്കിൽ സുബോധം വേണം. എനിക്ക് എന്റെ ഭാര്യയെ കാണുമ്പോൾ താലി കെട്ടി എന്റെ പ്രിയപ്പെട്ട പ്രിയതമയാണെന്ന് എനിക്ക് തോന്നണമെങ്കിൽ സുബോധം വേണം. ഈ സുബോധത്തെ നശിപ്പിച്ചു കളയുന്ന സാധനമാണ് സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള ലഹരി. തൊട്ടാൽ പെട്ടു, പെട്ടാൽ ജീവിതം കൊണ്ടുപോയി എന്നാ പറയാ. ഇത് തലച്ചോറിന്റെ കേന്ദ്ര നാഡീവ്യൂഹത്തെ തകർത്ത് തരിപ്പണമാക്കും, സുബോധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. നമ്മൾ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ഛർദിച്ചവശനായ ഒരു വ്യക്തി ടൗണിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ഛർദിച്ചവശനായി അവിടെ കിടക്കുന്ന ഒരു വ്യക്തിയുടെ കോലൊക്കെ കണ്ടപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നാണം മറക്കേണ്ട തുണി അഴിഞ്ഞു പോയിട്ടും നാണം മറക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ ഛർദി മോദി കുടിക്കുന്ന പട്ടികൾ അടുത്ത് വന്നിട്ടും അയാൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അയാളുടെ മുഖത്തേക്ക് വട്ടി മൂത്രമൊഴിച്ചിട്ടും അയാൾ ഇങ്ങനെ മലർന്ന് ഒന്നും തിരിയാത്ത പോലെ അവിടെ കിടക്കുമ്പോ ഓർത്തു വെക്കണം, സുബോധമുള്ള യുവത്വമേ, സുബോധമുള്ള മനുഷ്യന് സുബോധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച ദയനീയമായ ചിത്രമാണത്. അതാണ് ലഹരി. സുബോധമുള്ള നമ്മളെ സുബോധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഇന്നിന്റെ ഇത്തരം സാങ്കേതിക മികവുള്ള ഒരുപാട് ലഹരികളുണ്ട്. അത്തരം ലഹരികളിലേക്ക് വീണ് പോവാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന പച്ചയായ നല്ല ലഹരികളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുള്. നല്ല ലഹരികളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും സുന്ദരമായി നല്ല ലഹരികളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയണം. നല്ല ലഹരികളെ കൺക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ആ വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുക. ഇപ്പൊ നിങ്ങളെ ഇരുത്തത്തില് കുഴപ്പമില്ല, 80 കുറച്ചുകൂടി ഒന്ന് എനർജറ്റിക്കാൻ എവിടെയോ ഒരു നടു എവിടെയല്ലോ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. നോക്കട്ടെ, 6:15 ആയതുകൊണ്ടായിരിക്കും കുറച്ചൊരു നടുക്ക് പറഞ്ഞത്. നമ്മൾ ഫൈനൽ കൺക്ലൂഷൻ പാർട്ടിലേക്കാണ്. കുറച്ചൊന്ന് ഇരുടാകുമ്പോ ആ ദീപം ഇങ്ങനെ തെളിയിക്കുമ്പോ അത് അണയാതെ ഹൃദയത്തിന്റെ അഗാധമായ ആഴങ്ങൾ സൂക്ഷിക്കണം. ലഹരിക്കെതിരെയുള്ള സുന്ദരമായ പോരാട്ടം രാഷ്ട്രപിതാവിന്റെ ജന്മദിനത്തിൽ ഈ നാട് ചേർന്ന് പിടിച്ചുകൊണ്ട്, ഈ നാട്ടുകാരോടൊപ്പം ചേർന്ന് പിടിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട കമ്മീഷൻ സാർ ഉൾപ്പെടെയുള്ളവരെ ചേർന്ന് പിടിച്ചുകൊണ്ട് ദീപം തെളിയിക്കുമ്പോൾ ഒരിക്കലും അതറിയാതെ മനസ്സിന്റെ ആഴങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ആ രീതിയിൽ ഒരു നല്ല പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസം ആയാലും പിരിഞ്ഞു പോവേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുള് ഓർത്തുവെച്ചു. അപ്പൊ ഇന്ന് വിദ്യാലയങ്ങളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു അവസാന ഭാഗങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ് കേട്ടോ. സമയം ഏകദേശം 6:15 ആയതുകൊണ്ട് അവസാന ഭാഗങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നു. ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, നിങ്ങൾ രാവിലെ ചായ കുടിച്ചപ്പോ അമ്മയോട്, അമ്മയെ ചായക്ക് മധുരമുണ്ട് അമ്മേ, രാത്രി ഭക്ഷണം അമ്മ ഇന്നത്തെ കറിക്ക് അല്പം കൂടുതൽ ഉപ്പുണ്ട് അമ്മേ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? നമ്മൾ നാവിന്റെ അഗ്രഭാഗത്തുള്ള രുചികുമ്പളങ്ങൾ നഷ്ടമായിട്ടില്ല, നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നാവിന്റെ അഗ്രഭാഗത്ത് രുചികുമ്പളങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അമ്മയുടെ പായസത്തിന് മധുരം കുറവാണ്, പായസത്തിന് മധുരം കൂടുതലാണ്, ഭക്ഷണത്തിന് ഉപ്പ് കൂടുതലാണ്, എരിവ് കൂടുതലാണ് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. ഓർത്തു വെച്ചോ, ഇന്ന് കൗമാര കാലഘട്ടത്തിൽ ക്യാമ്പസിൽ ഞങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രധാനപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് പാൻ മസാലകളുടെ ഉപയോഗം. ഒരൊറ്റ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, പേര് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, ലഹരിയുടെ ദുരന്തങ്ങൾ പറയാനാണ്. പേരുകളെല്ലാം നമ്മൾ പഠിക്കേണ്ടത്, പേരിനോടല്ല നമുക്ക് ആസക്തി ഉണ്ടാവുന്നത്, അതിന്റെ ദുരന്തങ്ങളെ കുറിച്ചാണ്.
തലയണക്കെട്ട് പോലുള്ള സാധനം ഈ മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും സെൻസിറ്റീവായ വഴുവഴുപ്പുള്ള ഭാഗങ്ങളിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാം നിങ്ങൾക്ക്? രുചികുമ്പളങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ്, അവിടെ വെന്തുരുകി പോവുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ആ സ്വാദനുഭവിക്കാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് പാൻ മസാലയുടെ ആദ്യത്തെ പ്രവർത്തനം തന്നെ. അതാണ് നമുക്ക് ഒരു ലഡു കഴിക്കുമ്പോൾ അത് മധുരമുണ്ട്, ജിലേബി കഴിക്കുമ്പോൾ മധുരമുണ്ട്, ആ ബിരിയാണി കഴിക്കുമ്പോൾ അതിന്റെ സ്വാദ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ രുചികുമ്പളങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ആ രുചികുമ്പളങ്ങളെ തകർക്കും. ഓർത്തു വെച്ചോ നിങ്ങൾ. എനിക്ക് എന്റെ ഒരു സുഹൃത്തായ തലശ്ശേരിയിലെ IMA മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഡോക്ടർ, പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഒരമ്മയും മകനും എന്റെ ക്ലിനിക്കിൽ എന്നെ തേടി വന്നിട്ടുണ്ട്. എന്താ വന്നതെന്ന് ചോദിച്ചാൽ, വെള്ളം കുടിക്കുമ്പോൾ എരിവാണ്, ഭക്ഷണം തൊടാൻ കഴിയുന്നില്ല, എരിവാണ്. അപ്പൊ ഞാൻ ആദ്യം ആ കുട്ടിയോടാണ് ചോദ്യം ചോദിച്ചത്, എന്തെങ്കിലും മോശപ്പെട്ട പാൻ മസാല പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടോ? ആ കുട്ടിയല്ല ഉത്തരം പറഞ്ഞത്, അമ്മയാണ് ഉത്തരം പറയുന്നത്. എന്റെ മോൻ അങ്ങനത്തെ കുട്ടിയേ അല്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അമ്മയോടല്ല ചോദിച്ചു, മോൻ പറയട്ടെ. അമ്മ എങ്ങനെ പറഞ്ഞു? മോനും പറഞ്ഞു, ഇല്ല സാറേ, അങ്ങനെ ഒരു സാധനയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിച്ചു നിങ്ങൾ, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കൊലയാളിയാണ് പാൻ മസാലകൾ. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കൊലയാളികളാണ്. കൗമാര മനസ്സിനെ പൗരുഷത്തിന്റെ, ഹീറോയിസത്തിന്റെ പ്രതീകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാമ്പസിനുള്ളിൽ ഇത്തരം സാധനങ്ങളൊക്കെ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഓർത്തു വെച്ചോ, MCC എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, മലബാർ ക്യാൻസർ സെന്റർ എന്നതിന്റെ പേര്, തലശ്ശേരിന്റെ വീട്ടിന്റെ അടുത്താണ് ഏകദേശം ആ സെന്റർ സ്ഥിതി എന്ന് ഓർത്തു വെച്ചോ നിങ്ങൾ. മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ ഫിൻസ് ഫിലിപ്പ് മാത്യു, ഡോക്ടർ നീതു മേഡോ, മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ സതീഷ് ബാലസുബ്രഹ്മണ്യ സാറൊക്കെ ഇതുപോലെ പൊതുവേദികൾ നിറഞ്ഞുകൊണ്ട് ക്ലാസ് കൈകാര്യം ചെയ്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നവർ തന്നെയാണ്. ഓർത്തു വെക്കുക, ഈ വായന്റെ നാവിന്റെ അഗ്രഭാഗത്ത് രുചികുമ്പളങ്ങൾ പോകും, പിന്നെ ഭക്ഷണം കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഡോക്ടർ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ ബിയുടെ അഭാവമാണെന്ന് കരുതി കുറച്ച് മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ വന്നു, രക്ഷയില്ല. അങ്ങനെയാണ് ഈ MCCയിലേക്ക് പോകാനിടയായ സാഹചര്യം ഉണ്ടായിരുന്നു. ജീവിക്കുന്ന മനുഷ്യന്റെ മാംസളമായ ഭാഗങ്ങളിൽ പഴുപ്പ് വന്ന് പുഴുപ്പുകളുമായി മല്ലിടുന്ന യുവത്വത്തിന്റെ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രഷ് കൊണ്ട് പല്ല് തുടക്കുമ്പോ ബ്രഷിന്റെ അഗ്രഭാഗം പഴുത്ത കവിളിലേക്ക് തൊട്ടപ്പോ കവിള് കംപ്ലീറ്റ് അടർന്ന് താഴെ വീണ് ആ കവിളിന്റെ ഉള്ളിൽ നിന്ന് പുഴുക്കൾ വരുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. മുത്തി ചോപ്പിച്ച സുന്ദരമായ നെറ്റിത്തടമാണിതമ്മ, മുത്തി ചോപ്പിച്ച അതിസുന്ദരമായ കവിൾത്തടമാണിത്. ഇത് ഇത്തരം പുഴുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. നമ്മള് ജീവിക്കുമ്പോൾ തന്നെ മരിക്കുന്നതിന് സമാനമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഇത്തരം പാൻ മസാലയുടെ ചിന്തകളിൽ പോലും പോകരുത്. അതിനെതിരെ പോരാട്ടം. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കൊലയാളിയാണത്. നമ്മുടെ സ്വാദനുഭവിക്കുന്ന രുചികുമ്പളങ്ങളെ തകർക്കുക, ക്യാൻസറിലേക്ക് നമ്മൾ എത്തിക്കുക, നമുക്ക് ആകെ പിരിമുറുക്കമുണ്ടാക്കുക, മാനസിക പ്രശ്നങ്ങളിലേക്ക് ഒരാളെ എത്തിക്കുക. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഇത്തരം ലഹരി വസ്തുക്കളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുകയും വിദ്യാലയത്തിലെ മറ്റു കുട്ടികൾക്ക് ഏറ്റവും നല്ല മാതൃക ഉണ്ടാക്കി കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കണം. അതാണ് NSS, അതാണ് SPC, അതാണ് വിമുക്തി ക്ലബ്ബുകൾ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ചാലക ശക്തിയുള്ളവരായിരിക്കണം. ഇനി എന്താണ് ഏറ്റവും സുന്ദരമായ ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്താണ് പോസിറ്റീവ് ലഹരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? ആ ലഹരിക്ക് എവിടെയും നിങ്ങൾ തപ്പണ്ട, അതെവിടെയും പോകണ്ട, പരതി പോകണ്ട. നിങ്ങളുടെ വീട്ടിലാണ് ഉള്ളത്, നിങ്ങളുടെ വീട്ടിലുണ്ട് ആ ലഹരി. ഒരു സൈഡ് എഫക്ട് ഇല്ലാത്ത ലഹരി നിങ്ങളുടെ വീട്ടിലുണ്ട്. പനി വന്നാൽ ഗുളിക കഴിച്ച സൈഡ് എഫക്ട് ഉണ്ട്, തലവേദന വന്നാൽ അതിന്റെ ഗുളികക്ക് പോലും സൈഡ് എഫക്ട് ഉണ്ട്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഈ ദുനിയാവിലെ 2 ലഹരി വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. ആ ലഹരി വസ്തുവിന്റെ പേരാണ് പറ, അമ്മയും അച്ഛനും. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത അതിസുന്ദരമായ ലഹരി, അവരോടാണ് സംവദിക്കേണ്ടത്. യന്ത്രത്തിനേക്കാൾ ഉപരിയായിട്ട് അവരോടാണ് നമ്മൾ സംവദിക്കേണ്ടത്. അവരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. അമ്മയുടെ കണ്ണിനടിയിലെ കറുത്ത കലകളൊക്കെ കാണുമ്പോൾ ചോദിക്കണം, എന്റെ അമ്മയെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി അടുപ്പിന്റെ പഴയ മൂലയിലിരുന്ന് കുണ്ടിലിരുന്ന് ഊതി 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 കരിഞ്ഞുപോയ അമ്മയുടെ കണ്ണിനടിയിലെ കറുത്ത കലകളെ കുറിച്ച്, നെറ്റിയിലെ ചുളിവുകളെ കുറിച്ച് ഓർക്കണം നമ്മൾ. അച്ഛൻ പരിവേലത്ത് അധ്വാനിച്ചു വരുന്ന അച്ഛന്റെ വിയർപ്പിന്റെ ത്യാഗത്തെ കുറിച്ച് ഓർമ്മിക്കണം നമ്മൾ. എന്നെ പോലെ ആവരുത് എന്റെ മക്കൾ, എന്നേക്കാൾ ഉയരത്തിൽ എത്തണമെന്ന് കരുതി രാവൊന്നും പകലൊന്നും ഇല്ലാതെ, ഋതുഭേദങ്ങളില്ലാതെ, മഴയൊന്നും വെയിലൊന്നും ഇല്ലാതെ ആത്മസമർപ്പണം നടത്തുന്ന അച്ഛന്റെയും അമ്മയുടെയും ആ വാത്സല്യവും സ്നേഹവും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ആ പോസിറ്റീവ് ചിന്താകളിലേക്ക് എത്താൻ വേണ്ടി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ അല്പം ലേറ്റ് ആയത്, പായസം എടുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ടോ, ആകെ 2 സ്റ്റീൽ ഗ്ലാസ്, 2 കുപ്പി ഗ്ലാസ്, ഒരു ജഗ്, ഒരു ചെറിയ പാത്രം. ഇവിടെ പായസം ഇത്ര ആൾക്കുള്ളൂ. ഞാൻ തരുന്ന പായസം പക്ഷെ പ്രതീകമാണ്. അതിൽ നിങ്ങൾ മധുരം ചേർത്ത് കഴിക്കാം. ആ പായസം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
എഴുത്തുകളുടെ ലോകത്തെ വിസ്മയം സൃഷ്ടിച്ച സാഹിത്യകാരി, സാഹിത്യ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആമി, കമല സുരയ്യ, മാധവിക്കുട്ടിയുടെ അതിസുന്ദരമായ മനുഷ്യന്റെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു രചനയുണ്ട്. എന്നേറെ ആകർഷിച്ച പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് നെയ്പായസം. ആ പായസം നിങ്ങൾ കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ദീപമൊക്കെ തെളിയിക്കാൻ. നെയ്പായസം എന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? പുസ്തകത്തിന്റെ അവസാന ഭാഗം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പതിപോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭർത്താവ് കാണണം, എത്ര സുന്ദരമായിട്ട് ഓമിക്കുന്നു. അടുക്കള വാതിലിന്റെ ജനലിലൂടെ ഇങ്ങനെ ഭർത്താവ് എത്തി നോക്കും, ഒരു കൗതുകത്തിന്. എന്റെ ഭാര്യ എവിടെയും കാണുന്നില്ല. മുൻവാതിൽ തുറന്നിട്ട് പേരെടുത്ത് വിളിക്കുന്നുണ്ട് ഭാര്യയെ, പക്ഷെ വിളികൾക്ക് ഭാര്യയില്ല. ആകെ ടെൻഷനായി. റൂം തുറന്നു നോക്കി, ഭാര്യയെ കാണുന്നില്ല. രണ്ടാമത്തെ റൂം തുറന്നു നോക്കി, ഭാര്യയെ കാണുന്നില്ല. അവസാനം ഭർത്താവ് നേരെ ഓടി അടുക്കളയിലേക്ക്. അടുക്കളയുടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നതാണെന്നറിയോ? ഒരു ചൂലിനോട് സമം വീണ് കിടക്കുക ഭാര്യ. എത്ര കൃത്യമായിട്ടാണ് ഉപയോഗിച്ചത്? ഒരു ചൂലിനോട് സമം വീണ് കിടക്കുകയാണ് ഭാര്യ. ഭാര്യയെടുത്ത് തന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ ഭാര്യയെടുത്ത ഭർത്താവ് റോക്കറ്റ് വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അത് ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും, ടു ലേറ്റ്, എത്താൻ വൈകിയിരിക്കുന്നു. 1.5 മണിക്കൂറായി ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. ഭാര്യയുടെ മൃതശരീരം വെള്ളത്തുണിയിൽ അവിടെ പൊതിഞ്ഞു നിൽക്കുന്നു. ആ കാഴ്ച കണ്ട് ഒരു ചാറ്റൽ മഴ പോലെ പെയ്തിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ പുസ്തകത്തിന്റെ അവസാന ഭാഗം പറയുന്ന ഒരു പേമാരിയെ പോലെ പെയ്തിറങ്ങുന്നു. എന്നിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന ആ മൃതശരീരത്തെ നോക്കിയിട്ട് ഭർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട പ്രിയതമേ, നീ എന്നെ തനിച്ചാക്കി പോയി കളഞ്ഞല്ലോ. നമുക്ക് 3 കുട്ടികളല്ലേ, ചെറിയ കുട്ടികളല്ലേ. അവർ രാവിലെ എഴുന്നേൽപ്പിക്കണ്ടേ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവരെ സ്കൂളിൽ അയക്കണ്ടേ. ആര് ചെയ്യും ഇത്? നീ എന്നെ ഏകനാക്കി പോയി കളഞ്ഞല്ലോ. ഭാര്യയുടെ മൃതശരീരം സംസ്കരിച്ച് വീട്ടിലെത്തിയ പ്രിയപ്പെട്ട അച്ഛൻ ഈ 3 കുട്ടികൾക്കും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയി. ആ അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് മൂത്ത മകൻ പറയുന്നുണ്ട്, അച്ഛാ, 3 ചെറിയ ചെമ്പ് പാത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ആദ്യത്തെ ചെമ്പ് പാത്രത്തിന്റെ മൂട്ടി തുറന്നു നോക്കിയിട്ട് പറയും, അച്ഛാ, ഇതിനുള്ളിൽ ചോറാണ്, ചോറിന്റെ മണികളാണ്. തൊട്ട് നോക്കിയിട്ട് പറയും, അച്ഛാ, തണിഞ്ഞു പോയിട്ടുണ്ട് അച്ഛാ, ചോറ് തണിഞ്ഞു പോയിട്ടുണ്ട് അച്ഛാ. അമ്മ ഉണ്ടാക്കിയ ചോറ് രാവിലെ എഴുന്നേറ്റ് അമ്മ ചോറുണ്ടാക്കിയിരുന്ന അച്ഛാ, മരിക്കുന്ന ദിവസം ഏർലി മോർണിംഗ് അമ്മ എഴുന്നേറ്റ് ചോറുണ്ടാക്കി വെച്ചിരിക്കും, തണിഞ്ഞു പോയിട്ടുണ്ട് അച്ഛാ. രണ്ടാമത്തെ ചെമ്പ് പാത്രത്തെ മൂടി തുറന്നു നോക്കിയിട്ട് പറയും, അച്ഛാ, ഇത് കറിയണല്ലോ അച്ഛാ. തൊട്ട് നോക്കിയിട്ട് പറയും, തണിഞ്ഞു പോയിട്ടുണ്ട് അച്ഛാ. മൂന്നാമത്തെ പളുങ്ക് പാത്രം തുറന്നു നോക്കിയിട്ട് പറയും, അച്ഛാ, അതാണ് കഥയുടെ പേര്, ഇത് നെയ്പായസമാണ് അച്ഛാ, തണിഞ്ഞു പോയിട്ടുണ്ട് അച്ഛാ. തണിഞ്ഞതൊന്നും കഴിക്കരുതേ മക്കൾ എന്നാണ് ഓരോ രക്ഷിതാവും പറയുന്ന പോലെ അച്ഛന് പറയണമെന്നുണ്ട് മക്കളോട്, തണിഞ്ഞതൊന്നും കഴിക്കരുത് എന്ന്. പക്ഷേ അവരുടെ അമ്മ ഇനി ഉണ്ടാക്കിയ ഭക്ഷണം അവർക്ക് കഴിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അച്ഛൻ അമ്മ പതിവായിട്ട് അടുക്കളയിലിരിക്കുന്ന ഒരു കസയിൽ ഇരുന്നു കൊണ്ട് വിതുമ്പുന്ന അതിദയനീയമായ ചിത്രം മാധവിക്കുട്ടിയുടെ നെയ്പായസത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിന്റെ അവസാനം ഈ 3 മക്കളും ആർത്തിയോടുകൂടി ഈ പായസം എടുത്ത് കുടിച്ച് അതിന്റെ മധുരം ഇങ്ങനെ നുകരും. എന്നിട്ട് അച്ഛനോട് പറയുന്ന വാക്കിൽ കഥ അവസാനിക്കും, അച്ഛാ, അമ്മ ഉണ്ടാക്കിയ പായസത്തിന് ഇതൊന്നൊരു ടേസ്റ്റ് അച്ഛാ, അമ്മ ഉണ്ടാക്കിയ പായസത്തിന് ഇതൊന്നൊരു ടേസ്റ്റ് അച്ഛാ. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറയുന്ന കഥ മാത്രം അവിടെ അവസാനിക്കും. കഥയിലെ സാരാംശം, മനുഷ്യ ജീവനുള്ള കാലം വരെ നമ്മളെ പിന്തുടരും. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഇതൊന്നൊരു ടേസ്റ്റാ. അമ്മ ആദ്യമായിട്ട് എല്ലാ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. ഇന്ന് കുട്ടികൾ പറയുന്നു, അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ടേസ്റ്റാ. അത് പറയുമ്പോഴേക്കും അമ്മ ഉണ്ടാക്കിയ പായസം തണിഞ്ഞു പോയിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിയ പായസം തണിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്മ തണിഞ്ഞു. അമ്മ തണിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്മ മരിച്ചുപോയി. അമ്മ മരണപ്പെട്ടു പോയതിനു ശേഷമല്ല അമ്മ എന്ന ആ പായസത്തെ നമ്മൾ കുടിക്കേണ്ടത്. അമ്മയെ സ്നേഹിക്കേണ്ടത് അമ്മയ്ക്ക് ജീവനുള്ളപ്പോഴാണ്. അച്ഛന് പായസത്തെ കുടിക്കേണ്ടത് ജീവനുള്ളപ്പോഴാണ് അച്ഛനെ സ്നേഹിക്കേണ്ടത്. എന്റെ അമ്മ എന്റെ ജീവന്റെ ജീവനാണ്, എന്റെ ഹൃദയമാണ്, എന്റെ സ്വപ്നമാണ്, എന്റെ റോൾ മോഡലാണ്. അമ്മ എന്റെ ഡ്രസ്സ് അലക്കി തരും, അമ്മയുടെ കൂടെ ഞാൻ കിടന്നിറങ്ങാറ്. അമ്മയില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അമ്മ എന്റെ ജീവന്റെ ജീവനാണ് എന്ന് പറയേണ്ടത്, അമ്മ എന്ന പായസത്തെ കുടിക്കേണ്ടത് അവർക്ക് ജീവനുള്ളപ്പോഴാണ്. അച്ഛൻ എന്റെ റോൾ മോഡലാണ്, എനിക്ക് ഇഷ്ടം പോലെ വസ്ത്രം വാങ്ങി തരും, എനിക്ക് പോക്കറ്റ് മണി തരും, എനിക്ക് ടൂർ പോകാനുള്ള പണമൊക്കെ അച്ഛൻ തരും എന്ന് പറയേണ്ടത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ എന്ന പായസത്തെ കുടിക്കേണ്ടത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയതിനു ശേഷം ആണ്ടുകൾ തോറും ഓർമ്മകൾ പുതുക്കുന്ന വസ്തുക്കളാക്കി രക്ഷിതാക്കന്മാരെ മാറ്റരുതെന്ന ആദ്യ സുന്ദരമായ സാരാംശം അതിലുണ്ട്. NSS നമ്മുടെ ലഹരി കുടുംബമാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതമാണ് നമ്മുടെ ലഹരി. അച്ഛനെയും അമ്മയും ചേർത്ത് പിടിക്കാൻ കഴിയണം, കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ കഴിയണം, ഈ നാടിനോട് ചേർന്ന് നിൽക്കണം, നാടിന്റെ സ്പന്ദനം അറിയണം, തിരിച്ചറിവുണ്ടാവണം, പ്രതികരണ ശേഷി ഉണ്ടാവണം, നാടിന്റെ നിയമങ്ങളെ കുറിച്ച് കൃത്യമായി ബോധമുണ്ടാവണം. അങ്ങനെ നിയമമനുസരിക്കുന്ന ധാർമ്മിക ബോധമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന്
രാഷ്ട്രപിതാവിന്റെ ജന്മദിനമായി ഇന്ന് സുന്ദരമായ കവിലോട്ടൻ ചാനലിലെ യങ്സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ് മയിൽ ഇവിടെ നമ്മൾ ഇതിന്റെ മുറ്റത്ത് ഒത്തുചേർന്നിരിക്കുന്നതും ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം സുക്കുടൻ സാർ ഇവിടെ വന്ന് സത്യത്തിന്റെ തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്ന കോഴിക്കോടാണ് സാറ്, തരികളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിലേക്ക് എത്തി സാറ് നിങ്ങളുമായി സംവദിച്ചു കഴിഞ്ഞു. വിമുക്തി പ്രവർത്തനത്തിൽ ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രിയപ്പെട്ട സതീശ, ഈ പരിപാടികളെല്ലാം ഏകോപിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന് നമ്മളോടൊപ്പം നമ്മളിൽ ഒരാളായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സുജിത് തില്ലങ്കേരി സാർ, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ, പ്രിയപ്പെട്ട ഹരീഷ് സാർ, പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഈ നാടിനെ ചേർത്ത് പിടിക്കാൻ NSS ദത്തെടുത്ത് ഒരു ഗ്രാമം കൂടിയാണെന്ന് എനിക്കറിയാം. ഈ നാടിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും നല്ല ചാലക ശക്തിയെ പ്രവർത്തിക്കണം. ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രസരിപ്പായി ലഹരി മുക്തമായ നവകേരളം സൃഷ്ടിച്ചെടുക്കാൻ മികച്ച കയ്യൊപ്പ് ചേർത്താൻ നമുക്ക് കഴിയണം. ആ കയ്യൊപ്പ് ചേർത്താനുള്ള തുടക്കം ഗാന്ധി ജയന്തി, എന്റെ ജീവിതം എന്റെ സന്ദേശം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഗാന്ധിജി ഇന്ത്യയിൽ മാത്രം ആ പേര് ഒതുങ്ങുന്നില്ല. നിങ്ങൾ പഠിക്കുന്നതാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നിങ്ങൾ പഠിക്കുന്നു. ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുകാർണോ നിങ്ങൾ പഠിക്കുന്നു. കെനിയൻ ഗാന്ധി ജോമോ കെനിയാട്ട നിങ്ങൾ പഠിക്കുന്നു. ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗഡ നിങ്ങൾ പഠിക്കുന്നു. സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല നിങ്ങൾ പഠിക്കുന്നു. ബീഹാർ ഗാന്ധി രാജേന്ദ്ര പ്രസാദ് നിങ്ങൾ പഠിക്കുന്നു. ശ്രീലങ്കൻ ഗാന്ധി അഹൻ ഗാമേജ് ടൂഡൽ അരിയ റെഡ്ഡ എന്ന് നിങ്ങൾ പഠിക്കുന്നു. ആധുനിക ഗാന്ധി ബാബ ആംതെ എന്ന് നിങ്ങൾ പഠിക്കുന്നു. മയൂരി ഗാന്ധി IK കുമാർ മാസ്റ്റർ നിങ്ങൾ പഠിക്കുന്നു. ഡൽഹി ഗാന്ധി C കൃഷ്ണൻ നായർ നിങ്ങൾ പഠിക്കുന്നു. കേരള ഗാന്ധി K കേളപ്പൻ നിങ്ങൾ പഠിക്കുന്നു. എത്ര ഗാന്ധിസത്തിന്റെ മാലകൾ ഇങ്ങനെ ചേർന്ന് ലോകത്തിന്റെ എത്ര ഭാഗങ്ങളിൽ ഗാന്ധിസത്തിന്റെ പ്രസക്തി എത്രമാത്രം. അതുകൊണ്ട് ഈ വേളയിൽ ലഹരിക്കെതിരായുള്ള ഐതിഹാസികമായ പോരാട്ടം നടത്താൻ NSS, SPC, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ മക്കളോടൊപ്പം നമുക്ക് ഓരോരുത്തരും ചേർന്ന് ഇവരോടൊപ്പം പ്രവർത്തിക്കാൻ നമുക്ക് കൈകോർക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.